കപ്പ കപ്പ കപ്പ. എന്നാ റാണിയേട്ടൻ പറഞ്ഞെടുത്ത കുമാരൻ താമസിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞു. വീട് ഉണ്ടാക്കിയില്ലേ, പിന്നെന്താ വേണ്ടേ? ആവശ്യങ്ങള് 3 വേണോ പറഞ്ഞോ? പൂവാലെ പൊക്കി കൈ കൊണ്ട് തരും. ജോണിക്കൊരാളും കൂട്ടുവേണ്ട. ജോണി ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാ അത് ചെയ്തിരിക്കും. അതവനറിയാം. ആരത്? ഒളിച്ചിരുന്ന് കേൾക്കായിരുന്നല്ലോ. മുഖത്താണോ ടോർച്ചടിക്കുന്ന? കളിച്ചതിന്റെ കൈ ഞാൻ വെട്ടിക്കളയും. നമ്മൾ തമ്മില് ഇവന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പി വയ്ക്കാം. ശരിക്കും നീ ആശിച്ചാണെങ്കിൽ അവളെ നീ മാന്യമായിട്ട് പോറ്റുമെങ്കിൽ ഞാൻ നടത്തി തരാം. വേണ്ട, നിന്റെ ഓശാരത്തിന് പെണ്ണും വേണ്ട പുല്ലും വേണ്ട. പക്ഷെ അവരെ ജീവിക്കാൻ അനുവദിക്കണം. അവർക്കൊരു തകരാറുണ്ടായാൽ എന്നെ നിനക്കറിയാലോ. പോടോ, പേടിപ്പിക്കല്ലേ. ഞാനും ചോര കണ്ട് വളർന്നവൻ തന്നെ. എന്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക നിനക്ക് നല്ലത്. ഇടപെടാതിരിക്കണമെങ്കിൽ നീ എന്നെ കൊല്ലണം. കൊന്നോളൂ, ഞാൻ കൈകെട്ടി തരാം. അല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. വിശ്വാ, പേടിപ്പിച്ചളഞ്ഞല്ല താൻ. നമ്മുടെ രാജി സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല എന്ന്. 4-4:30 മുമ്പ് എത്തേണ്ടതാണല്ലോ എന്റെ ഈശ്വര. എന്താ ആലോചിക്കണേ? ജോണി, ജോണി. ആരാ? ആ, എന്താ? ജോണിയുടെ ഉച്ചക്ക് ഇവിടെ വരണ കണ്ടു. കുപ്പായ മാറി ഉടനെ പോണെന്ന് കണ്ടു. അവന്റെ ബാഗ് സാധനമൊക്കെ കൊണ്ടുപോയോ? ഇല്ല, എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. എന്തേ? നീ സമാധാനായിട്ടിരിക്കേ. അവള് വല്ല കൂട്ടുകാരുടെ വീട്ടിലും പോയിട്ടുണ്ടാവും. അകത്തേക്ക് വരും. എന്ന് ഭാനുമതി. ആരാ ഭാനുമതി? ഞാനാ. ഇയാളോ? ഞാൻ സ്വാമി വേലായുധ. അമ്മാവനാ. ആ, ഇയാളോ? മരുമകൻ. മരുമകൻ സ്കൂളിൽ അന്വേഷിച്ചോ? ഉവ്, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ പോയിട്ടില്ല. പോയിട്ടില്ല. വല്ല സിനിമയ്ക്കും പോയിട്ടുണ്ടാവും. പ്രേമം വല്ലതും ഉണ്ടായിരുന്നു? അതിന് കുട്ടി വന്നാലേ സാറേ ചോദിക്കാൻ പറ്റുള്ളൂ. ആ, ബസ്സിലെ ഒരു ജോലിക്കാരനുമായിട്ട് ചെറിയൊരു അടുപ്പം ഉണ്ടായിരുന്നെന്ന് കൂടെ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു. കുട്ടി പറഞ്ഞു. അപ്പൊ അത് തന്നെ കേസ്. മാറ്റിനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, ഫസ്റ്റ് വഴി വരും. ഇപ്പൊ ഇവിടെ ഏതൊക്കെ സിനിമയുടെ കളിക്കുന്നത്? പ്രിയദർശിനി. അതല്ല സാർ, കുട്ടി ആരുടെ കയ്യിലോ പെട്ടുപോയിട്ടുണ്ട്. കുട്ടി പെട്ടുപോയിട്ടുണ്ട്. ആരുടെ? തനിക്ക് ആരെങ്കിലും പറ്റി പറയാണ്ടെങ്കിൽ പറഞ്ഞു തന്നാ ഞങ്ങളുടെ പണി കുറഞ്ഞില്ലേ? ആ പറയൂ. ഒരു ജോണി. ജോണിയാ? ഏത് ജോണി? നിങ്ങളുടെ അമ്മായിയപ്പൻ ജോണി. വന്നേ. എന്റെ അമ്മായിയപ്പനെ പ്രതിയാക്കാനാണ് ഇയാളുടെ പ്ലാൻ. സാറിന്റെ അമ്മായിപ്പന്റെ പേര് ജോണിനാ? അതേന്നെ, ജോണിക്കുട്ടി പാലത്തിങ്കൽ. എന്റെ കുട്ടിയുടെ വിവരം വല്ലതുണ്ടോ? ഇനിയിപ്പോ ഈശ്വരൻ വിചാരിക്കണ പോലെ വരട്ടെ. മോളെ, കുട്ടി കരയണ കേക്കണില്ലേ? എവിടെടി എവിടെടി അവള്?
എവിടെയെന്ന്? സുമേച്ചി എന്തിനാടി നമ്മൾ ഇങ്ങനെ ജീവിക്കണേ? നീ പറയണ പോലെ കുറച്ച് വിഷം കലക്കി എല്ലാവർക്കും തരാനുള്ള ധൈര്യം ഉണ്ടോടി മോളെ നിനക്ക്? ധൈര്യം ഉണ്ടോന്ന്? മക്കളെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തില്ലേ? എന്റെ കുട്ടിയുടെ ശവങ്ങളെ കൊണ്ട് തരുമോ നീ? അമ്മ എന്താ പറയണേ? അമ്മ അങ്ങോട്ട് പോ, അമ്മ അങ്ങോട്ട് പോ. വിശ്വ, താൻ പറഞ്ഞത് ശരിയായിരിക്കുമോ? എനിക്കും അങ്ങനെ തോന്നുന്നു. അവനെ അവളെ ബോംബെക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. മുരുക, എന്താ വല്ല ഉരം കിട്ടിയോ? ഇല്ല. ഞാൻ രാവിലെ മടയിൽ വന്നപ്പോഴാ ഉരാറണേ. ജോണി പറയേ. ജോണിയാ? ആ, അവൻ എവിടെ ഉണ്ട്? വാക്കിൽ നിറയില്ലാത്ത പട്ടി കൊല്ലും തന്നെ. പന്നി നീ അവളെ വിറ്റ്? എനിക്കറിയില്ലടാ. അറിയില്ലേ? കൊല്ലണോ നിന്നെ? അവളെവിടെ ഉണ്ടടാ? അത് ചോദിക്കാൻ നീയാണടാ. പറയടാ, പറയാൻ എനിക്ക് മനസ്സിലാണം. ഞാൻ ചെയ്തിട്ടില്ലടാ പട്ടി. അവളെന്റെ പെങ്ങളെ പോലെയാണാ. പെങ്ങന്മാരോട് നീ പെരുമാറുന്നത് എനിക്കറിയണോ? കൊല്ലട്ടെ, കൊല്ലട്ടെ എന്നെ. കൊല്ല്, എനിക്ക് ജീവിക്കട്ട. രണ്ടു കൈയില്ലാണ്ട് എനിക്ക് ജീവിക്കട്ട. ഇല്ല, രണ്ട് കൈയില്ലാതെ നീ നരകിച്ച് ചാവണം. ചാവാതെ ചാവണം. ഈ മരുന്നൊന്ന് വാങ്ങിട്ട് വരണം. ജോനിയേട്ടാ, ഞാൻ ഉണ്ടായില്ലല്ലോ ജോനിയേട്ടാ. ഉണ്ടായിരുന്നെങ്കിൽ
ഇന്ന് അവൻ ഈ നിലയിൽ കിടന്നേനെ. സാരമില്ല. ജോണിയേട്ടൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന അന്ന് അവന്റെ 2 കൈയും ഒടിക്കാതെ വെട്ടിയായി കൈ തരും. അമ്മയാണ് സത്യം. ജോണിയേട്ടാ, ഒരിക്കൽ ജോണിയേട്ടൻ പറഞ്ഞില്ലേ, നല്ല കിളുന്ന പെൺപിള്ളേരുണ്ടെങ്കിൽ ലക്ഷങ്ങൾക്ക് വാങ്ങാൻ ആളുണ്ടെന്ന്. ആ അഡ്രസ്സും തരുവോ? രാജി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ജോണിയേട്ടന്റെ ചികിത്സയുടെ കാശ് ഞാൻ തരും. അല്ല, പാതി കാശ് ഞാൻ തരും. അഡ്രസ് ഒന്ന് തന്നാ മതി. എവിടെ? അഡ്രസ് ബാംബെയിലെ. രാജി എവിടെ? ഒരു സ്ഥലത്തുണ്ട്. ആ ബസ്സുകാര ചെക്കനും പെണ്ണും കൂടി പ്രേമിക്കാൻ അടഞ്ഞു കിടക്കണ ഓട്ട് കമ്പനിയില്ലേ, അതിനുള്ളിൽ കയറി ഞങ്ങള് പിടിച്ചു. എലിക്കൂട്ടിപ്പെട്ടതുപോലെ ആയി. ഒരുത്തരറിയില്ല. 2 കൊണ്ട് ഞാൻ പൊക്കണം ബോംബേക്ക്. അഡ്രസ് തന്നാ മതി. മുറിവോ ചതവോ ഇല്ലാണ്ട് കൊടുക്കണം. ഒരു പോറല് പോലും ഉണ്ടാകരുത്. കാശ് കുറയും. ഇല്ല, ഞങ്ങള് തൊട്ടിട്ടില്ല. ആ ബസ് ഡ്രൈവറും കണ്ടക്ടറും കൂടിയാ പറഞ്ഞതെന്ന്. അവർക്ക് അവളെ വേണമെന്ന്. പൂട്ടി താക്കോൽ എന്റെ കയ്യില. ജോണിയോട്ടോട് ചോദിച്ചിട്ട് മതിയെന്നാ ഞാൻ പറഞ്ഞത്. പുതുമ പോകരുത്. ആരും തൊടാത്തത് കൊടുത്താ 1.5 വരെ കിട്ടും. 1.5 ലക്ഷം. ആരും തൊടില്ല. അഡ്രസ് എഴുതിക്കോ. KB റോഷൻ, നമ്പർ 38, രംഗോളി അപ്പാർട്ട്മെന്റ്സ്, കാമാട്ടി സ്ട്രീറ്റ്, മുംബൈ. എനിക്കറിയാം, കാമാട്ടിപ്പുരയിലെ റോഷൻ അന്ന് വന്നു എന്ന് പറഞ്ഞത് മയല. ബോംബെയിലെത്തിയോ എന്റെ കുട്ടി? ഈശ്വര, അച്ഛനെന്തേ കൊച്ചുകുട്ടികളെ പോലെ? അതിനല്ലേ വിശ്വം ബോംബെക്ക് പോണേ. അവളെ ഞാൻ കൊണ്ടൊരു മുത്തശ്ശാവേ. ഇല്ലെങ്കിൽ വിശ്വം ജീവിച്ചിരിപ്പില്ല എന്ന് കരുതിയാ മതി. നിർത്ത്. വിശ്വ, ഞാൻ ഇനി തന്നെ അന്വേഷിക്കാത്ത സ്ഥലമല്ലേ. കുട്ടി എവിടെ എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. എവിടെ? ഇവിടെ അടുത്ത് തന്നെ ആസ്പത്രി. ജോണി എന്നെ പറഞ്ഞേച്ച്. ജോണിയാ? അയാള് നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഉടനെ നിന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. ചതിയാണ്. ഞാൻ വിശ്വസിക്കില്ല. എങ്ങനെയെങ്കിലും എന്റെ യാത്ര മുടക്കണം അവന്. നിങ്ങൾ അതിന് കൂട്ടിവെക്ക. ഈശ്വരനാണ് സത്യം, എന്ത് വാസ്തവമാണ്. ഒരിക്കലെങ്കിലും അവനെ ഒന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ജോണി. അവൾ എവിടെ ഉണ്ടെന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഒന്നും വരണ്ടാന്ന്. ശരിയാട്ടാ, ഞങ്ങളെ ഒന്ന് തുറന്നു വിടും. എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ച്? ഒരു സൗകര്യം ചെയ്തു തന്നതല്ലേ. ഇതൊക്കെ ഒരു തമാശ അല്ലടോ. ആ കുമാരേട്ടാ, ഇവനെ തുറന്നു വിട്ടേക്ക്. പാവം, അവള് ഇവിടെ നിന്നോട്ടെ. അങ്ങനെ ഞാൻ പോവില്ല. ഇന്ന് രാത്രി എല്ലാവരും കൂടി ബോംബെക്ക്. അവിടെ ചെന്ന ആദ്യം നിനക്കൊരു ജോലി, പിന്നെ നിങ്ങളുടെ കല്യാണം. അതുപോരെ മോളെ?
ചേട്ടാ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. സിസ്റ്റർ, ജോണി എന്നൊരു പേഷ്യന്റ്. ആ കൈയൊടിഞ്ഞ പേഷ്യന്റ് അല്ലേ? അതെ. അയാൾ അബ്സ്കോണ്ടിങ്ങാ. കാണണോന്ന് പറഞ്ഞിട്ടാ വിശ്വ ആശുപത്രിയിലേക്ക് പോയത്. അയാൾ വന്നിട്ട് പോയാ പോരെ? അതിനുമ്പ് എനിക്ക് പോണം. വിഷമം വന്നപ്പോ ഞാൻ വൈത്തൊന്നി പറയുകയും കാട്ടുകയൊക്കെ ചെയ്തു. മഹാ ചീത്തയായിട്ട് ജീവിച്ച ആളാ. ആവശ്യമില്ലാണ്ട് കുറെ ആശിച്ചു. ഒന്നും നടക്കാണ്ടായപ്പോ ദേഷ്യവും സങ്കടവും ഒന്നും മനസ്സിൽ വെക്കരുത്. അതൊക്കെ എല്ലാരും മറന്നു. തെറ്റാ ആക്കാ പറ്റാത്തേ. ആശിച്ചതൊക്കെ ഇനി നടക്കാവുന്നതേ ഉള്ളൂ. അല്ലേടി ഭാനുമതി? അത് നടക്കാണ്ടിരുന്ന നന്നായി. ചുമയ്ക്ക് ഞാനൊട്ടും ചേരില്ല. അപ്പോ എല്ലാവരോടും എന്തെങ്കിലും കാണാം. ഞാൻ വിചാരിച്ചു എന്നോടുള്ള വാശിക്ക് നീ അവളെ കൊണ്ടുപോയെന്ന്. എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ നിനക്ക്? അത് സാരില്ല. എപ്പോഴെങ്കിലും നീ എന്നെ വിശ്വസിച്ചല്ലോ. പിന്നെ തെമ്മാടിത്തരം കുറെ ചെയ്തു കൂട്ടിയല്ലേ ഇതനുഭവിക്കണം. ഇവിടം വിട്ട് പോകണമെന്നുണ്ടോ നിനക്ക്? അതാ നല്ലത്. ഞാനിവിടെ ഉണ്ടാകുന്നത് ഒരു സമാനക്കേടാ. ജോണി, ഈ ലോകത്തിൽ നിന്നെപ്പോലെ ഞാൻ വേറൊരാളെ സ്നേഹിച്ചിട്ടില്ല. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ശത്രുക്കളെ പോലെ തമ്മി കൊല്ലാൻ നടന്നു നമ്മൾ. ഇവിടെ ദേഷ്യം വരുമ്പോ പറയാന്നല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഒരു മുട്ടായി കിട്ടിയ പങ്കുവെച്ച് നിന്നവരല്ലേ നമ്മള്. പിരിയരുത്. എന്നും നമ്മൾ ഒരുമിച്ചുണ്ടാവണം. നമുക്കൊരു കുടുംബം ഉണ്ടാവണം, ജീവിതം ഉണ്ടാവണം. ഈ കൈ അങ്ങനെ പിടിച്ചെടുത്താ പിരിയോടാ. ഇത് തട്ടിമാറ്റി പോകാൻ പറ്റുമോ നിനക്ക്? ഇനിയും ഞാൻ വിശ്വാസക്കേട് കാട്ടിയാലോ? അടിച്ച് നിന്റെ രണ്ട് കാലും കൂടെ ഓടിക്കോടാ തെണ്ടി.